ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒരു ഇടികല്ലിൽ വെച്ച് നല്ലവണ്ണം ചതച്ചെടുക്കണം, അതായത് ഇടിച്ചു കൊടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് നമ്മളിതൊന്ന് ഫ്രഷ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായാലും ഒരല്പം പേസ്റ്റായിപ്പോവും. അപ്പോഴേക്കും നമ്മുടെ ഈ മീൻ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് നമുക്കിതുപോലെ ഒന്ന് ഇടിച്ചെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ രണ്ടായി പിളർന്ന് അതിൻ്റെ നീര് ജസ്റ്റ് ഒന്ന് ഇറങ്ങി വന്നാൽ മാത്രം മതി. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആകേണ്ട ആവശ്യമില്ല. ഇത് ഇത്രയും മതി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇടിച്ചെടുക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഈ ഓയിൽ ചൂടായി വരുമ്പോഴേക്കും 1/4 സ്പൂൺ കടുകും 1/4 സ്പൂൺ പെരുംജീരകവും അതുപോലെ 1/4 സ്പൂൺ ഉലുവ കൂടി ചേർത്തെടുക്കാം. ഇത് മൂന്നും നല്ലവണ്ണം മൂത്ത് പൊട്ടി വരണം. ഉലുവയും കടുകും പെരുംജീരകവും മൂത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 4 പച്ചമുളക് കീറിയതും ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയെല്ലാം നല്ലോണം ഒന്ന് വഴണ്ടിയിട്ടണം. ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി പേസ്റ്റിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയും തക്കാളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, എരിവ് എത്രയാണ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിയും കുരുമുളകും ജീരകവും കൂടി പൊടിച്ച പൊടിയാണ്. അത് 1 സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പൊടിയെല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് എത്രയാണോ വെള്ളം ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അതിനു മുമ്പേ നമ്മുടെ ഈ മസാല എല്ലാം നല്ലോണം വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തു. മീനിനുള്ള മസാലക്കൂട്ട് തയ്യാറായി. ഇനി ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഗ്രേവി നല്ലോണം തിളച്ച് വരണം. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം. ഗ്രേവി നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഞാനിവിടെ ചാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. മിതമായ തീയിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ മീൻ നല്ലോണം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില തണ്ടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയുടെ ഫ്ലേവറെല്ലാം ഇറങ്ങി വരട്ടെ.
ഒരു 2 നിമിഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച കുരുമുളകിൻ്റെ പൊടി ഒരല്പം ഇട്ട് കൊടുക്കാം. ഇത്രയുമായ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.